നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏത്തയ്ക്കയുടെ വിലയും മറ്റും കാർഷിക വിപണിയിലുള്ള വിലയുമാണ്. മോഹവിലയിലുള്ള ഏത്തയ്ക്ക ഇപ്പോൾ നല്ല മുഴുത്ത ഏത്തയ്ക്ക മേടിക്കണമെങ്കിൽ 75 രൂപ കൊടുക്കണം. മറ്റ് കടയിൽ നിന്ന് പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ 90 പുറത്തും കൊടുക്കണം. പല സ്ഥലങ്ങളിലും ഏത്തയ്ക്ക പല വിലയിലാണ്. അത് ഏത്തയ്ക്കയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ വിലയും നടക്കുന്നത്. ഇങ്ങനെ മോഹവിലയുള്ള ഏത്തയ്ക്ക ഇപ്പോൾ നാട്ടിൻ പ്രദേശങ്ങളിൽ വളരെ കുറവാണ്. കാരണം കനത്ത മഴയിലും കനത്ത കാറ്റിലും ഒരുപാട് വാഴകൾ മൂടോടെ പിഴുതി വീഴുകയും അല്ലാതെ ചെല്ലിയും വെല്ലിയുടെ കാരണം മറ്റും വാഴകൾ ഒരുപാട് നശിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ വാഴക്കൊലകൾ വളരെ കുറവാണ്. ിൽ കാണുന്നത് ഒരു റോഡായിരുന്നു. മനുഷ്യർക്ക് വളങ്ങൾ കൊണ്ടുകൊടുക്കാനും വണ്ടികൾ, അതായത് 407 ടിപ്പർ വണ്ടികൾ പെട്ടിയോട്ടയൊക്കെ പോകാനുള്ള ഒരു വഴിയായിരുന്നു. ഇപ്പോൾ എല്ലാം കാട് കയറി വളരെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇഴജന്തുക്കളും പന്നികളും പട്ടികളുടെ ആവാസ കേന്ദ്രമായി ഇപ്പോൾ മനുഷ്യർക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി ഇപ്പോൾ. പണ്ട് സ്കൂളുകളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇതിലെയൊക്കെ ആയിരുന്നു നടന്നു പോകുന്നത്. ഇപ്പോൾ ആരും സ്കൂളിൽ നടന്നു പോകാറില്ല. കാര്യം മുറ്റത്ത് വണ്ടി എത്തുമ്പോൾ വണ്ടി കയറി പോവുകയാണ്. ഇതിനു പുറമെ ഏറെ കാർഷിക വിപണിയിൽ 19/8/2025 നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയൊന്നും നോക്കാം. പയർ കിലോ 80, പാവയ്ക്ക കിലോ 70, പടവലം കിലോ 45, കോവയ്ക്ക കിലോ 70, കുമ്പളം കിലോ 50, മത്തൻ കിലോ 30, ചുരയ്ക്ക കിലോ 20, വെള്ളരി കിലോ 25, കത്തരി കിലോ 40, വെണ്ടയ്ക്ക കിലോ 60, പപ്പയ 30, മുളക് 250, കാന്താരി കിലോ 400, പാഷൻ ഫ്രൂട്ട് കിലോ 70, കറിനാരങ്ങ കിലോ 40, ചെറുനാരങ്ങ കിലോ 80, കുക്കമ്പർ കിലോ 40, മരച്ചീനി കിലോ 30, വാഴക്കൂമ്പ് ഒരു പീസ് 10, ഇഞ്ചി കിലോ 150, നാളികേരം അവിടെ 80 രൂപയ്ക്കാണ് പോയത്. കടിയൻകായ കിലോ 15, ചീര ചുവപ്പ് കിലോ 50, ചീര പച്ച കിലോ 40, ചേന കിലോ 48, ചേമ്പ് കിലോ 80, കാച്ചിൽ കിലോ 75, കോഴിമുട്ട ഒരു പീസ് അവിടെ 8 രൂപയാണ്. റംബുട്ടാൻ കിലോ 120, ഡ്രാഗൺ ഫ്രൂട്ട് കിലോ 150, ഏത്തൻ 65 മുതൽ 70 ഏറെ കാർഷിക വിപണിയിൽ നടന്നത്. കപ്പ 55 മുതൽ 65, പൂവൻ 35 മുതൽ 40, പാളയം 20 മുതൽ 35, റോബസ്റ്റ കിലോ 24 മുതൽ 35, ഞാലിപ്പൂവൻ 40 മുതൽ 60, പൊഴുവുകായ് കിലോ 750 എന്നിവയാണ് അവിടെ വന്നത്. ഇത്രയും കനത്ത കാറ്റിലും കനത്ത മഴയിലും ഒക്കെ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അവർക്ക് വേണം നല്ല ബോണസ് കൊടുക്കുവാൻ. മഴക്കാലമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ആ പ്രതീക്ഷയിലും കർഷകർ ഇപ്പോൾ ചേറ്റിൽ ഇറങ്ങി മറ്റും വളങ്ങൾ ഇടുകയാണ്. വാഴയ്ക്കായാലും തെങ്ങിനായാലും മറ്റ് കാർഷിക എല്ലാ കാര്യങ്ങൾക്കും വളമിടാനുള്ള ശ്രമത്തിലാണ് മിക്ക കർഷകരും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കിട്ടുന്ന വളരെയധികം നന്ദി.